നെല്ലിക്കുഴി പഞ്ചായത്തിലെ LDF ജനപ്രതിനിധിക്കെതിരെയുള്ള UDFന്റെ അപകീർത്തി പ്രസ്താവനയിൽ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി LDF നേതൃത്വം. ഇരട്ട വോട്ടുകളുടെ പിൻബലത്തിലാണ് 9ാം വാർഡ് സ്ഥാനാർത്ഥി നജീമ നാസർ വിജയിയായതെന്ന പ്രസ്താവന വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് LDF വാർഡ് സെക്രട്ടറി KK നാസർ അറിയിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 9ാം വാർഡായ മാവുംചുവടിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് LDFിലെ നജീമ നാസറാണ്. നജീമ നാസറിനെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പ്രചരണം UDF നടത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. ഇരട്ട വോട്ടുകളുടെ പിൻബലത്തിലാണ് നജീമ നാസർ വിജയിയായതെന്ന UDF പ്രസ്താവന വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് LDF വാർഡ് സെക്രട്ടറി KK നാസർ പറഞ്ഞു. ഈ 1057 വോട്ട് പോൾ ചെയ്തതിൽ 537 വോട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥി കിട്ടുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യാഥാർത്ഥ്യമായ സത്യം അതാണ്. UDF ജനാധിപത്യ മര്യാദ പാലിച്ചില്ല എന്ന് മാത്രമല്ല, ജയിച്ച സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് UDFിൻ്റെ നീക്കം. വളരെ സമാധാനപരമായാണ് ഞങ്ങളുടെ വാർഡിൽ ഇലക്ഷൻ നടന്നത്. കാരണം ആ ഇലക്ഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അറിയാം, വളരെ സമാധാനവും ശാന്തവുമായി നടന്ന ഒരു ഇലക്ഷൻ്റെ അകത്ത് ഒരൊറ്റ ഇരട്ട വോട്ട് പോലും ചെയ്യപ്പെടാതെ വളരെ ശ്രദ്ധയോടുകൂടി നടന്ന ഒരു ഇലക്ഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ബോധപൂർവമായ കള്ളപ്രചരണമാണ് UDF നെല്ലിക്കുഴിയിൽ പ്രത്യേകിച്ച് 9ാം വാർഡിൽ അയച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെ തീർച്ചയായും ഞങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ നേരിടുമെന്ന് അറിയിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുവാനും LDF തീരുമാനിച്ചതായി KK നാസർ കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ കമ്മീഷൻ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി നജീമ നാസർ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും അതിനുള്ള സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുകയും ഇന്നിരിക്കുമേ ഇലക്ഷൻ കമ്മീഷന് വരെയും വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് UDFിൻ്റെ നീക്കം. തികച്ചും അശാസ്ത്രീയമായ ഈ UDFിൻ്റെ നീക്കം ഞങ്ങൾ പലവട്ടം UDFിൻ്റെ പ്രവർത്തകരോടും മറ്റും ഞങ്ങൾ ആവശ്യപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊടുത്താൽ അതിന് ആ തെളിവെടുത്ത് നീങ്ങാമെന്ന്. പക്ഷേ തികച്ചും സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിനുള്ള UDFിൻ്റെ നീക്കം ചെറുക്കപ്പെടേണ്ടതാണ്, അപലപിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.